നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സൺഡേ എല്ലാവരും റെസ്റ്റ് എടുക്കുമായിരിക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. കറണ്ട് എനർജി തന്നെ നോക്കി പോവാം നമുക്ക്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ യു, നിങ്ങൾക്കായിട്ടുള്ള കറണ്ട് എനർജി, പിന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്കായിട്ടുള്ള കറണ്ട് എനർജി കേട്ടോ. 2 ഡെക്കായിട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ തേർഡ് പേഴ്സണിലുള്ള കറണ്ട് എനർജി. ഓക്കെ, നോക്കി പോകാം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, വേറെന്താണ് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടല്ലോ. അപ്പോൾ ഓവറായിട്ട് ടെൻഷൻ ആവരുത്, അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിനുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. വ്യൂവേഴ്സിനായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് കാണുന്നതാണ് പറഞ്ഞത്. 3 of Pentacles, Chariot, Magician, 8 of Wands, Hermit. Bottom of the deck, Lovers. കറണ്ട് എനർജിയിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങൾ തമ്മിൽ എന്ന് കണ്ടു കാണണം എവിടെയെങ്കിലും വെച്ച് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ മറ്റാരോ കൂടെ ഉണ്ടായിരുന്നു. അവരുടെയോ നിങ്ങളുടെ കൂടെ മറ്റാരോ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനൊന്നും സാധിച്ച് കാണില്ല. തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു കൺഫ്യൂഷൻ, ജഗ്ലിംഗ് അവിടെ കാണുന്നു. അത് ഒരു പക്ഷേ തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ആ സിറ്റുവേഷനിൽ ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അടുത്തൊരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 of Pentacles കൺഫ്യൂസിങ് ആണ്. അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. കാരണം ഒന്ന് തുറന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാര്യങ്ങൾ. തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ചെയ്താലല്ലേ അവിടെ ഒരു എന്താ പറയുക, ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അത് അവിടെ കിട്ടിയിട്ടില്ല എന്ന് കാണുന്നു. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളെ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് ലൈഫിൽ അങ്ങനെ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും പ്രശ്നങ്ങളൊന്നും അവർ ഒന്നുമില്ല. പക്ഷേ നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഹാൻഡ്മാൻ വെച്ചിട്ട് അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, മുന്നോട്ടും പുറകോട്ടും പോകാത്തൊരവസ്ഥ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. മിസ്സിങ് എനർജി, കറണ്ട് എനർജിയിൽ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചാരിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഫ്രീക്വൻ്റ്ലി യാത്ര വേണ്ടി വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഫ്രീക്വൻ്റ്ലി യാത്ര ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ഇവർ എന്ത് ജോലി ചെയ്യുമ്പോഴും അതെ, ഇവർക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ ചിന്തകൾ മനസ്സിലിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ മുഖമായിരിക്കും ഇവർക്ക് മനസ്സിൽ വരുന്നുണ്ടാവുക. നിങ്ങളുടെ പേഴ്സൺ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളും ആയിരിക്കാം, ലാബിലായിരിക്കാം, ഡോക്ടറായിരിക്കാം, മെഡിക്കൽ റെപ്പ്, ഫാർമസി നടത്തുന്ന ഒരാളായിരിക്കാം, മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരാളായിരിക്കാം. അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സയൻസ് പഠിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം, റിസർച്ച് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്നും കാണുന്നു. അതുമായിരിക്കാം. അങ്ങനെ വേറെന്താണ്, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ അവർ ഈ ഒക്കൾട്ട് റിലേറ്റഡ് എന്ന് വെച്ചാൽ ടാരോ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആസ്ട്രോളജി, ജ്യോതിഷം,
വേറെന്താണ്, ഒരു അമ്പലത്തിൽ വല്ലതും, അമ്പലത്തിലോ പള്ളിയിലോ വല്ലതും പ്രീസ്റ്റായിരിക്കാം. പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. വേറെന്താണ്, റൈറ്ററായിരിക്കാം കേട്ടോ, എഴുത്തുകാരനായിരിക്കാം. വേറെന്താണ്, എഴുത്തുകാരൻ പറഞ്ഞ ക്രിയേറ്റീവായിട്ട് റൈറ്റ് ചെയ്യുന്ന, കഥകളൊക്കെ എഴുതുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. ഇതൊരു ക്ലൂ ആണ് കേട്ടോ, ക്ലൂസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. യൂണിഫോംഡ് ജോബിൻ്റെ ഞാൻ പറയുന്നില്ല. യൂണിഫോംഡ് ജോബ് ലോകത്തിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് യൂണിഫോം ധരിക്കേണ്ടതായിട്ട് കേട്ടോ. അതെല്ലാം ഞാൻ പറയാന്നാൽ ചിലത് വിട്ടുപോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, 8 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് എനർജിയിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയില്ല, ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നു, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. കാരണം തമ്മിൽ കണ്ടെങ്കിലും ഒരു പക്ഷേ സംസാരിക്കാൻ സാധിച്ചു കാണില്ല. അപ്പോൾ സംസാരിക്കണം എന്നുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്തുനിന്ന് അവർ വിചാരിക്കുന്ന ലെവലിലുള്ളൊരു ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് ഒന്നും അവർക്ക് വരുന്നുണ്ടാവില്ല. അവിടെ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനും സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹം തന്നെയാണ് ലവേഴ്സ് കാർഡ് വെച്ചിട്ട്. ഓക്കെ, നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നു ഈ നിമിഷം. ഓക്കെ, നിങ്ങളത് കാണുന്ന സമയത്തുള്ളതാണ് കേട്ടോ. എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തമ്മിൽ കാണൽ ഇനി വെയിറ്റ് ചെയ്തേ പറ്റൂ അല്ലേ, അല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കാനോ തമ്മിൽ കാണാനോ ഒക്കെ ഇനിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ മിണ്ടാതിരിക്കാം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു സങ്കടം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവിടെ കാണുന്നു. എന്താ പറയുക, സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട്, മിസ്സിങ് എനർജി വളരെയധികം ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കും, രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അവർ എന്താ പറയുക, അവരുടെ ഡെയിലി കാര്യങ്ങളുമായിട്ട്, ദൈനംദിന കാര്യങ്ങളുമായിട്ട്, അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം ആയിട്ട് തിരക്കിലാണ് എന്ന് തന്നെ കാണുന്നു. അതും ശ്രദ്ധിക്കണം, അതിലും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു മിസ്റ്റേക്കും വരാതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അവരത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. മൂൺ വീക്കാവുന്ന സമയത്ത്, നമ്മുടെ മൂൺ വീക്കാവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വളരെയധികം നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, ഒരു വിധപ്പെട്ട എല്ലാ റീഡിങ്ങിലും തന്നെ നമുക്ക് 3 വീക്കായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാട്ടർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. ഓക്കെ, വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ രീതി ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ വെള്ളം നിറയെ കുടിക്കുക. ഓക്കെ, വെള്ളത്തിനും മൂന്നിനും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേറെന്താ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അവരവരുടെ ജോലിയിലേക്കും ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിത് കാണുന്ന സമയത്ത് അവരവരുടെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ച് വിടാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യണം. അവർക്ക് പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇപ്പോൾ കൂടുതൽ പേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 8 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഇവർ നിങ്ങളെ വന്ന് കാണും. കണ്ടിട്ടില്ലാത്തവർ കാണാൻ സാഹചര്യമുണ്ട്. കാരണം 2 ഓഫ് കപ്സിൻ്റെ എനർജി വളരെ പ്രബലമായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ റീയൂണിയൻ വന്നു, ആരൊക്കെ പേഴ്സണെ കണ്ടു, സംസാരിക്കാൻ പറ്റിയോ എന്നുള്ളത് കമൻറ്റിൽ ഇടുക കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യുവേ നോക്കാൻ വേണ്ടിയിട്ട്. ഒരേ ഒരു കാർഡ് എടുത്തിട്ട് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജിയിലേക്ക് പോകാം. നിങ്ങളെ പറ്റി അവർ വളരെ എന്താ പറയുക, സ്നേഹത്തോടെ തന്നെയാണ് ഓർക്കുന്ന. സ്നേഹം മാത്രമല്ല, അവർക്ക് റെസ്പെക്റ്റും ഉണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ.
നിങ്ങളെ കാണാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളുടെ പെരുമാറ്റം എല്ലാം അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്നും കൂടെ നോക്കാം. നമുക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജി അവരുടെ തേർഡ് പാർട്ടിക്കായിട്ട് എന്താണെന്ന് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി ഫോർ ദ തേർഡ് പാർട്ടി, അവരുടെ തേർഡ് പാർട്ടിയോടുള്ളവരുടെ കറണ്ട് എനർജി എന്താണെന്നൊന്ന് പറഞ്ഞത് പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. പേജ് ഓഫ് പെൻഡക്കിൾസ്, 7 of swords, 2 of swords, Queen of swords, 2 of wands, 4 of pentacles, Queen of pentacles, 10 of pentacles, temperance, judgment, Queen of cups, 7 of pentacles, 5 of swords. സ്ട്രെസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ അവരുടെ തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ഇൻ കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഫാമിലി ആണ്, അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കാനൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. 7 of swords വെച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കാര്യം, ഓഫ് കോഴ്സ് നിങ്ങളുടെ കാര്യം അവിടെ പോയിട്ട് തുറന്നു പറയില്ലല്ലോ. അത് തന്നെയാണ് കാണുന്നത്. അവരെ ഒളിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ 2 of wands ആണ്, അവിടെ 2 of swords ആണ്. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കാര്യം മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഇവരുടെ തേർഡ് പാർട്ടിയോട് തുറന്ന് ഡിസ്കസ് ചെയ്യാറില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഈഗോ ഇഷ്യൂസ് രണ്ടുപേരുടെയും ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നു. ആർഗ്യുമെന്റ്സ്, വഴക്കുകൾ, വാക്ക് തർക്കങ്ങളെല്ലാം ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. 4 of pentacles വെച്ച് അവർ സേവിങ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരുപക്ഷെ അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിരിക്കാം. അതായത് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അവർക്ക് വേണ്ടിയിട്ട് സേവിങ്സിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സമ്പാദിക്കുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടി സേവിങ്സ് ചെയ്യുന്നുണ്ട്, കുടുംബ ഭദ്രതയെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫീലിങ്സ് മൊത്തത്തിൽ തുറന്ന് പറയാത്തത് പോലെ അവരുടെ പല കാര്യങ്ങളും മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം കുടുംബമാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആ റെസ്പോൺസിബിലിറ്റിന്ന് തള്ളിക്കളഞ്ഞിട്ട് പുറത്തു വരാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ബാലൻസ് ചെയ്ത് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് ഒരു കാർമിക് റിലേഷൻ ആണ്, കർമ്മബന്ധം കൊണ്ട് ഉണ്ടായ ഒരു റിലേഷൻ ആണത്. അത് പൊട്ടിച്ച് കളയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഇടയ്ക്ക് വല്ലാതെ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ഇടയ്ക്ക് സങ്കടം, ദേഷ്യം എല്ലാം പെട്ടെന്ന് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ ഇടയിൽ കാണുന്നത് കേട്ടോ. 7 of pentacles വെച്ച് അവർ ജോലിയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഫാമിലി സ്റ്റെബിലിറ്റി, ഫാമിലിക്ക് വേണ്ടി സേവ് ചെയ്യുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക, അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 of swords വെച്ചിട്ട് ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം ഇവർ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിൽ ഇവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമായി പറയുന്നത്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജിക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് കൂടി തരൂടിവൻ. 4 of cups, King of pentacles, Hierophant, 3 of pentacles. ഇവർ ഒരുമിച്ച് യാത്രകളൊക്കെ പോകുന്നുണ്ടാവും കേട്ടോ. 9 of pentacles, 7 of cups.
ഓക്കെ. 4 ഓഫ് കപ്സ് വെച്ചിട്ട് പണ്ട് ഇവര് ഓപ്പൺ ആയിട്ട് പരസ്പരം ഒരുപാട് സംസാരിച്ചിരുന്ന വ്യക്തികളായിരിക്കണം കേട്ടോ. ആ ഒരു കണക്ഷൻ അവര് രണ്ടുപേരും തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധത്തിൽ മിസ്സിംഗ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു. അവര് രണ്ടുപേരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പണ്ട് നമ്മൾ എത്ര സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് പെൻഡക്കിൾസും ക്വീൻ ഓഫ് പെൻഡക്കിൾസും ഒരേ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. രണ്ടുപേരും തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. രണ്ടുപേരും തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വ്യക്തികളാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഹെയറോഫൻറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെയാണ് ആ റിലേഷന് പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കാത്തത്. അവരുടെ റെസ്പോൺസിബിലിറ്റി വിട്ടിട്ട് അവർ യാതൊന്നും ചെയ്യില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പാരലൽ രീതിയിൽ മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഒരു റെയിൽപാളം പോലെ ഇങ്ങനെ രണ്ടും കൂടി കൊണ്ടുപോകാനേ അവർക്ക് സാധിക്കുള്ളൂ. ഓക്കെ. അവിടെ നിന്ന്, അതായത് ആ തേർഡ് പാർട്ടിയുടെ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവർക്ക് കൃത്യമായി ചെയ്തേ പറ്റൂ കേട്ടോ. നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും യാത്രകളൊക്കെ പോകുന്നുണ്ടായിരിക്കും കേട്ടോ. മറ്റുള്ളവരുണ്ടായിരിക്കും അവരുടെ കൂടെ. ലൈക് കുടുംബമായിട്ട് അവരൊന്നായിട്ട് യാത്രകളൊക്കെ പോവാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. 9 ഓഫ് പെൻഡക്കിൾസ് വെച്ച് രണ്ടുപേരും തന്നെ അവരവരുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യം കൊടുക്കുന്നതായിട്ടും കാണുന്നു. സെൽഫ് റെസ്പെക്ട്, സെൽഫ് കെയർ, സ്വന്തം കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ബേസിക്കലി കാണുന്നത്. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത്, കുടുംബത്തെ കൃത്യമായി മാനേജ് ചെയ്ത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടുപേരും തന്നെ ഓവർ തിങ്കിങ് രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ. രണ്ടുപേരും തന്നെ, നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ തേർഡ് പാർട്ടി ആവട്ടെ, ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നു. ഓക്കെ. ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി. ഓക്കെ. ഇത് രണ്ടും എത്രത്തോളം റെസനേറ്റ് ആയെന്ന് എനിക്ക് കമന്റിൽ ഇടുക കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.